അച്ഛന്റെ അമ്മയെ പറ്റി അമ്മ കുറ്റം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മള് പ്രഗ്നൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പരിഗണന കൊടുക്കണമല്ലോ. വീട്ടിലെ അമ്മായി ഹായ് എവരിവൺ, അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതും നമ്മുടെ പ്രവീൺ പ്രണവിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ വീഡിയോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്റെ കണ്ണിൽപ്പെട്ട ഒരു ചെറിയൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രവീണ് അമ്മയെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ പുകഴ്ത്തി പറയുന്നത് ഭാര്യയോട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അമ്മായിയമ്മമാരെ, എന്റെ അമ്മയെ പോലെ ഒരു അമ്മായിയമ്മയെ നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. ഇതുപോലൊരു അമ്മായിയമ്മ എല്ലാ അമ്മായിയമ്മമാരും ഇതുപോലെ ആയിരിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കാണുന്നത്. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ ചിരിയാ വന്നത്. കാര്യം ആ ചെറിയൊരു ക്ലിപ്പ് ജസ്റ്റ് നിങ്ങൾ ഇന്ന് കണ്ടു നോക്കിയേ, അത് കണ്ടാലേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ എന്തോ രാത്രി ഇനി ഫുഡിനിപ്പോ ഇനിയിപ്പോ കഞ്ഞി, മൃദുലേക്ക് കഞ്ഞിയൊക്കെ ഇഷ്ടം. ചൂടുവെള്ളം ഒഴിക്കുകയാണ് വാട്ടർ ബോട്ടിലില്. ഇതൊക്കെ കുടിയുണ്ടോ എന്തോ ഇപ്പൊ കറക്റ്റ് ഇടയ്ക്ക് വാങ്ങിച്ചിടയ്ക്ക് കറക്റ്റ് ഒരു ബോട്ടിൽ ഒരു 2 കുപ്പി വാങ്ങിച്ചാ മേടിച്ചിടയ്ക്ക് 2 കുപ്പിയിൽ വെള്ളം നിറച്ചോണമെന്നാണ്. നീപ്പ് കുടിക്കത്തില്ല. ഈ ചുരിദാർ ഏതാന്ന് അറിയോ ഗൈസ്? ഇത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുക്കാം കേട്ടോ. ഇത് മൃദുലയുടെ എന്റെ ഒരു ഫേവറേറ്റ് ചുരിദാറായിരുന്നു, അവളുടെ ഇഷ്ടമുള്ള ചുരിദാറായിരുന്നു. ഇപ്പൊ അവർക്ക് അത് പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അമ്മ ഇട്ടേക്കുന്നത്. അമ്മയെക്കാലം വണ്ണം വെച്ച ഇനിയൊരു കാര്യമുണ്ട്, ഇനി അവളുടെ ഡ്രസ്സെല്ലാം ഞാൻ ഇടേണ്ടി വരും. ഞാനിപ്പോ അവളുടെ കൂടെ വണ്ണം വെക്കാൻ തീരുമാനിച്ചുള്ള വീണ്ടും വെക്കുന്നില്ല ഗൈസ്. എനിക്കിഷ്ടം ഈ മുഖം. ഇവിടെ കഞ്ഞി ഉണ്ടാക്കുകയാണ്. കൊച്ചു അച്ഛനും റൂമിലോട്ട് പോയി, ഞാനും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ കഴിച്ചു. ഡ്രസ്സൊക്കെ മാറിയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അതേപോലെയാണ്. അതിന് കഞ്ഞിക്ക് അരി ഇട്ടില്ലേ എളുപ്പഴേ തേങ്ങ വരുവായി. അമ്മ പറയും പണ്ട് എന്റെ എന്ന് വെച്ചാൽ മൃദുല ഇപ്പം ലക്കിയല്ലേ, ലൈക്ക് എന്താ പറയാ, നമുക്കിപ്പം പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല, റെസ്റ്റ് ആണ്. കേട്ടില്ലേ, മൃദുല ഇപ്പൊ ലക്കിയല്ലേ എന്ന്. ബാക്കി കൂടെ കാണാൻ. പക്ഷെ എല്ലാ അമ്മായിമ്മമാരൊന്നും അങ്ങനല്ല. ഇപ്പൊ അമ്മയെ പോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ അവക്ക് പ്രത്യേകിച്ച് യാതൊരു ജോലി ഇവിടെ ഇല്ല, ഫുൾ ബെഡ് റെസ്റ്റ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ എന്താ വെച്ചാൽ ജോലിയൊക്കെ ചെയ്യണം, നടക്കണം. അത്യാവശ്യമുള്ള അരിയും ശരത്തിലുള്ളതുകൊണ്ടാ അരിയേയും പറക്കി അങ്ങനെ അവളൊക്കെ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവള് വരുന്നതിന് മുമ്പായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടില്ലേ, പ്രവീൺ പറയുവാണ് പിന്നെ എന്താണ്, അവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് കേട്ടോ. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പറയുന്നത് നീ ലക്കിയാണ്, പിന്നെ കണ്ടില്ലേ നിനക്ക് ഇതുപോലൊരു അമ്മായിയമ്മയും നിനക്ക് ഇനി കിട്ടത്തൊന്നുമില്ല, അത്രയും പൊളി അമ്മായിയമ്മയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല. ഇവക്ക് വലിയ ജോലിയൊന്നും ഇവിടെ ഇല്ല, കാര്യം ചെറിയ ചില്ലറ ജോലിയൊക്കെ ഉള്ളൂ, വേറെ വലിയ ജോലിയൊന്നും ഇല്ല. അപ്പൊ അമ്മ പറയുന്ന ഡയലോഗ് ഒന്ന് കേട്ടോ കേട്ടാ. ഞാനല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് പറഞ്ഞിട്ടില്ലേ, ഇവളില്ലായിരുന്നപ്പോഴും ഞാൻ തന്നെയല്ലേ ഇവിടുത്തെ ജോലികൾ ചെയ്ത്, അതുകൊണ്ട് ഇവള് ജോലി ചെയ്തില്ലേലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാമെന്ന്. എന്ത് പറയാതെ അറിയാമോ, അത് ഭയങ്കര കോമഡിയാണ് കേട്ടോ ഇവരുടെ കാര്യം. എന്തായാലും ബാക്കിയും കൂടെ ജസ്റ്റ് ഒന്ന് കാണാവേ. പക്ഷെ അമ്മയുടെ അമ്മായിമ്മ എങ്ങനെയായിരുന്നു? അമ്മ കൂടെ എല്ലാരും അങ്ങനെ ആയിരിക്കില്ല. അമ്മയുടെ എന്റെ അച്ഛമ്മ കണ്ട അമ്മായിയമ്മ, ഈ അമ്മയുടെ അമ്മയുണ്ടല്ലോ, അമ്മയുടെ ഭർത്താവിന്റെ അമ്മ. അമ്മായിയമ്മ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ വൈകി കഴിഞ്ഞാൽ അടുക്കളയിൽ പാത്രം തപ്പം ഇടുമെന്ന്. അപ്പൊ അതിന്റെ ഒച്ചകേട്ടി ഇവര് പേടിച്ചെഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ബാക്കിയും കൂടെ കാണാം. പിന്നെ ചിലപ്പോ നമ്മള് കൊച്ചിനൊക്കെ പാല് കൊടുത്തോണ്ടൊക്കെ കിടക്കുന്ന രാത്രിയിലൊക്കെ ചിലപ്പോ എനിക്ക് നമ്മളെ സാഹചര്യം എനിക്കറിയാലോ, അതുകൊണ്ട് ആ ഒരു രീതിയിലൊന്നും ഞാൻ മൃദുലെ അങ്ങോട്ട് വിടത്തില്ല. കാര്യം എന്ന് വെച്ചാല് ചിലപ്പോ നമ്മള് ഇപ്പൊ ഉച്ചക്ക് ഇങ്ങനെ കിടക്കുമ്പോ കൊച്ചിനൊക്കെ പാല് കൊടുത്ത് ഉറങ്ങിപ്പോ ചിലപ്പോ രാത്രി കൊച്ചുങ്ങളെ കരച്ചിലൊക്കെ ആയിരിക്കും. അതൊന്നും ഇഷ്ടമല്ല അവർക്ക് ഭയങ്കര ഇതാ. അപ്പൊ നമ്മള് വീട്ടിൽ പോവാൻ സമ്മതിക്കത്തില്ല. വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ മിണ്ടത്തില്ല, കെറുവാ പോയി. പിന്നെ നമ്മളെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പോഴും മറക്കാത്ത എന്റെ അമ്മായിമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എന്റെ വീട്ടിൽ വരുന്ന കൊച്ചുങ്ങൾക്ക് എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് ഒക്കുന്ന കണക്ക് ചെയ്തു കൊടുക്കും. അപ്പം അമ്മ പറഞ്ഞു കേട്ടില്ലേ,
കാര്യം വീട്ടില് കൊച്ചിന് പാല് കൊടുത്തോണ്ടിരിക്കുമ്പോ എങ്ങാനും ഉറങ്ങിപ്പോയി കഴിഞ്ഞാലൊക്കെ ഭയങ്കര സീനാണ് അമ്മായിയമ്മ. അത് മാത്രമല്ല, പിന്നെ ഇവരുടെ വീട്ടിൽ ഈ അമ്മയുടെ അമ്മ വല്ലം വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ വീട്ടിലെങ്ങാനും പോയി നിന്ന് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ മുഖമൊക്കെ വീർപ്പിച്ച് ഭയങ്കര പിണക്കാണ് എന്നൊക്കെ. ഈ സെയിം സാധനമല്ലേ ഇവര് മൃദുലയോട് കാണിക്കുന്നത്? മൃദുല ഇന്നലത്തെ വീഡിയോയില് മൃദുല വന്നിട്ട് പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും, അവരോട് മിണ്ടത്തൊന്നുമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പിന്നെ അതുമല്ല, വീട്ടിൽ പോയിട്ട് നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ദേഷ്യമായിരിക്കും, അമ്മയുടെ മുഖമൊക്കെ വീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഈ സെയിം ഡയലോഗ് തന്നെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ബാക്കിയും കൂടെ വരാം. ഇത്രയും പറഞ്ഞ് ഇവര് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അച്ഛന്റെ എൻട്രി വരുന്നത്. അച്ഛൻ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. അച്ഛന്റെ അമ്മയെ പറ്റിയാണ് അമ്മ കുറ്റം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മള് പ്രഗ്നൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പരിഗണന കൊടുക്കണമല്ലോ. വീട്ടിൽ അമ്മായി അപ്പൊ അമ്മയ്ക്ക് ഉണ്ടായ വിഷമം പറഞ്ഞു. നല്ല മരുമക്കൾക്ക് സാധാരണയായിട്ട് അവർക്കൊരു പരിഗണന കൊടുക്കാം. എന്താ അതെ അമ്മ പറഞ്ഞ അമ്മയുടെ വിഷമോ. പണ്ട് അമ്മ ജോലി ചെയ്യാനൊക്കെ എല്ലാം പ്രഗ്നന്റ് ആയിരുന്നാലും ഛർദ്ദിച്ചാലും എല്ലാം ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. നമുക്ക് റെസ്റ്റ് ഒന്നും കൊടുക്കത്തില്ല, നമ്മുടെ വിഷമം പറഞ്ഞതാ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സൊസൈറ്റിയിൽ. അത് പറഞ്ഞത് അപ്പോഴത്തേക്ക് അച്ഛൻ വന്ന് അച്ഛൻ കറക്റ്റാണോ എന്ന് പറഞ്ഞാല് കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങളെ രണ്ടുപേരെയും കാര്യങ്ങൾ നോക്കിയതും വലുതാക്കിയതും. അതെ അത് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് നമുക്ക് അനുഭവമുള്ളതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും അങ്ങനെയൊന്നും മുമ്പോട്ട് വിടൂല. അതാണ് എന്റെ കാര്യം. പിന്നെ അന്നത്തെ കാലത്ത് അവരൊക്കെ അങ്ങനെയാണ്, പ്രായമുള്ളവരൊക്കെ. ഇപ്പോഴത്തെ ജനറേഷൻ അല്ലല്ലോ അന്ന് ഈ പറയുന്നത്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോ അവർ ജോലിക്ക് പോകും. അന്നത്തെ കഷ്ടപ്പാട് അങ്ങനെയാണ്. മാത്രമേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ വേണ്ട. അതല്ല, അന്ന് സമയത്തൊക്കെ ഒരമ്മയ്ക്ക് തന്നെ 7 ഒട്ടും മക്കളൊക്കെയാ. എന്റെ അമ്മയ്ക്ക് അവര് മൊത്തം 7 പേരാ കുടുംബത്തില്. അപ്പൊ അങ്ങനെ പുത്തരിയല്ല അവർക്കില്ല കടയിൽ പോയി അച്ചപ്പം പേടിക്കുന്ന ആൾക്കാര്. നിങ്ങൾക്കിപ്പോ പഴയ കാലത്തെ പറ്റി അറിയാത്ത പിള്ളേർക്കൊക്കെ ഇതൊരു അറിവാണ്. വൈറ്റാട്ടിയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ കുളിപ്പിക്കാനായിട്ട് നമ്മളാരെ വിളിച്ചായിരുന്നു? അയ്യോ, അവനെ കുളിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അവന് ഇപ്പോഴും ഇഷ്ടമല്ല കുളിക്കുന്നത്. കൈയൊക്കെ പിടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഉടച്ച് ഇങ്ങനെയൊക്കെ ആക്കും, ഇങ്ങനെ ആക്കും. ഈ കൊച്ചുങ്ങളെ കുളിപ്പിക്കുന്നതിലൊക്കെ രീതിയില്ലേ, അത് അവർക്ക് അറിയാം, കറക്റ്റ് അറിയാം. അയ്യോ, കൊച്ചിനെ തലയൊക്കെ എണ്ണ തേച്ച് ഉരുട്ടിയെടുക്കണം. വേറൊരു ടിസ്റ്റ് ഉണ്ട് കൈസ്. കൊച്ചുവിനെ ആശുപത്രി, ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് ചെന്നപ്പോ അവനെ സ്കാൻ ചെയ്തിട്ട് പറയാ, ആ പേരൂടെ പറഞ്ഞ പിന്നെ അവരേറെ ഇപ്പോഴും ഉണ്ട് ഹോസ്പിറ്റലില്. അവന് പിന്നെ അംഗവൈകല്യം ഉള്ളതാണ്. തൂവള്ളിക്കുടത്തിലെ കുഞ്ഞു കിടക്കണേ, ഈ തൂവള്ളിക്കുടം പൊട്ടി. നിന്നെ കുളിപ്പിച്ചോണ്ട് എഴുന്നേറ്റപ്പോ എണീച്ചപ്പോ വെയിറ്റ് എടുത്തപ്പോ ഇത് പൊട്ടിപ്പോയി. അപ്പൊ ഞാൻ വണ്ടിയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പൊ അന്ന് ഈ ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഉടനെ തന്നെ മുതലാളിയെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രദീപിന്റെ വൈഫിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ. ഏത് ഹോസ്പിറ്റൽ ഞാൻ പറയാനല്ല, പോട്ടെ. അപ്പൊ അവിടെ ചെന്നപ്പം ഇവര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ അബോർഷൻ ചെയ്ത് വിടണം, ചെയ്ത് കളയുന്നവനെ ഈ അച്ചാറ് നിന്നോണ്ടിരിക്കുന്ന. അങ്ങനെ പറഞ്ഞു, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസക്ക് വേണ്ടി. അപ്പൊ ഞങ്ങള് അങ്ങനെ പ്രസവിക്കാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിട്ടോന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവരടുത്ത് എന്താ ഇപ്പൊ എന്തിനാന്ന് അറിയാൻ വയ്യല്ലേ കാര്യങ്ങൾ വെച്ച്. ഞങ്ങൾ ഡോക്ടർ, നിങ്ങൾ വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ട്രീറ്റ്മെന്റിന്റെ തുണ്ട് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ SIT പൊക്കോളാം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നേരെ SIT വിട്ട് അവിടെ ചെന്നപ്പോ ആരാ ഇത് ഇങ്ങനെ പറഞ്ഞത്? ഒരു കുഴപ്പമില്ല. അച്ഛൻ വന്നപ്പോ പറഞ്ഞു കേട്ടില്ലേ, അച്ഛന്റെ അമ്മേനെ കുറിച്ചാണ് നമ്മുടെ അമ്മ ഇപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നേന്ന്. എന്തായാലും അത് വിട്ടേക്കാൻ.
അന്ന് അവരറിഞ്ഞില്ല അവൻ വളർന്നൊരു യൂട്യൂബർ ആവുമെന്ന്. ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് ഇവിടെ. എനിക്ക് യമൻ വന്നപ്പോ എനിക്ക് യമൻ ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ലായിരുന്നു. എനിക്കിപ്പോഴും തന്നെ നിന്നെ കാണുമ്പോ നീ കഥയൊക്കെ കേൾക്കുവാണോ? നീ കഥയൊക്കെ കേൾക്കുവാണോ? അതെ, ഒരുപാട് കഥയുണ്ട് മക്കളെ, എളുപ്പമാ. അപ്പൊ കണ്ടില്ലേ, ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ അവര് തന്നെ പ്രസവിച്ച കഥകൾ പറയുക, അച്ഛൻ പറഞ്ഞു കൊടുക്കുവാണ് അമ്മേനെ പ്രസവത്തിന് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ. അവര് ആ പറഞ്ഞതിൽ കണ്ടില്ലേ, അതില് ഒരു അമ്മയെ എന്ത് കെയറിങ് ആയിട്ടാണ് അച്ഛൻ കൊണ്ടുപോയതും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതുപോലെ അവരുടെ മോന്റെ കുഞ്ഞാണ് എന്ന് നോക്കാതെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായതും വയറ്റിലിട്ട് ചവിട്ടിയതും അടിയും പിടിയും ഒക്കെ ഭയങ്കര മോശമായി പോയി. എന്നാലും അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടപ്പോ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. ഇനി എന്തായാലും എനിക്ക് കൂടുതൽ വലിച്ചു നീട്ടാനുള്ള ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും കാണാത്തവരൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.